اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സമയത്ത് ദീർഘമായി സംസാരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ. 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ്. ഖുർആനിൽ പല സൂറത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹൂദിലാണ് ഏറ്റവും അധികം നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ യൂനുസ്, സൂറത്തുൽ ശുഅറ, സൂറത്തുൽ നൂഹ്, അതുപോലെ തന്നെ സൂറത്തുൽ ഖമർ എന്നിങ്ങനെ എല്ലാ സൂറത്തുകളിലും അധിക സൂറത്തുകളിലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ട് വരുന്നത്. ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളാണ്. 20 പ്രസവത്തിന് 40 മക്കളാണ്. ഇരട്ട കുട്ടികളായിരുന്നു ഓരോ പ്രസവത്തിൽ. അതിൽ ഒരാൾ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഷീസ് നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുന്നത്. ഷീസ് നബി അലൈഹിസ്സലാമിൽ നിന്നും പിന്നെ വന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ 4ാമത്തെ പേരക്കുട്ടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ നസബ് നൂഹ് ബിന് ലാമിക് ബിന് മുതവസ്സിലഹ് ബിന് ഖനൂഖ് എന്ന് പറഞ്ഞാൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം. അപ്പം 3ാമത്തെ പേരക്കുട്ടിയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ച സ്ഥലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൂഫയിലാണ്. ഇറാഖിലെ കൂഫയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു ഇന്ത്യയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. കാരണം വ്യക്തമായിട്ട് ഖുർആനിൽ ആ സ്ഥലം പ്രതിപാദിക്കുന്നില്ല, ഹദീസിലോ പ്രത്യേകമായിട്ട് ആ സ്ഥലം പറയപ്പെടുന്നില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൂഹ് നബി അലൈഹിസ്സലാം ദിമഷ്കിലാണ് താമസിച്ചത്, അഥവാ ഇന്നത്തെ ഡമാസ്കസ്, അവിടെയാണ് താമസിച്ചത് എന്നും പറയുന്നുണ്ട്. വലിയൊരു മുഫസ്സിറാണ് താബിഈ പണ്ഡിതൻ മുജാഹിദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം ഷാമിലാണ് താമസിച്ചത്. അങ്ങനെ 4 അഭിപ്രായങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ച് വളർന്ന ആ നാടിനെ സംബന്ധിച്ച് പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന് 4 മക്കളാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലദ് നൂഹിൻ 3. നൂഹിന് 3 മക്കൾ, അഥവാ മുസ്ലിമായ 3 മക്കൾ. ഒരു മോന് കാഫിറാണ്. ഒന്നാമത്തത് സാം. ഒന്നാമത്തെ മോന്റെ പേരാണ് സാം, അബുൽ അറബ്. സാം ആരാണ്? അറബികളുടെ പിതാവാണ്. ആ സാമിന്റെ മക്കളാണ് അറബികൾ. രണ്ടാമത്തത് വഹാം, ഹാം, അബു സൂദാൻ, ആഫ്രിക്കക്കാരുടെ പിതാവാണ്. അപ്പൊ ഹാമിന്റെ മക്കളാണ് ആഫ്രിക്കക്കാർ. മൂന്നാമത്തത് യാഫിസ്, അബു തുർക്ക്. യാഫിസ് ആണ് തുർക്കികളുടെ പിതാവ്. യാഫിത്തിന്റെ പരമ്പരയാണ് തുർക്കികൾ. അതിലാണ് ആര് വരുന്നത്? യജൂജ് മഅജൂജ് യാഫിത്തിന്റെ എന്ന മകന്റെ പരമ്പരയിലാണ് വരുന്നത്. അങ്ങനെ 3 മക്കൾ, മുസ്ലിമായ 3 മക്കൾ.
നാലാമത്തെ ഒരാള് കാഫിറായിരുന്നു. ഖുർആനിൽ ആ കപ്പലിൽ കയറി കപ്പൽ പോകുന്ന സമയത്ത് മുങ്ങി മരണപ്പെട്ട ഒരു മകനെ പറയുന്നുണ്ട്. അതാണ് കനാൻ. നാലാമത്തെ മകനാണ്. കാഫിറായിട്ട് മുങ്ങിച്ചത്തു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ചരിത്രത്തിൽ പേര് കാണാൻ പറ്റുന്നത് വാലിഹ അല്ലെങ്കിൽ വാഹില, അങ്ങനെ രണ്ട് പേരാണ് കാണുന്നത്. പക്ഷെ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. അല്ലേ? ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ അല്ലാഹു കാഫിരീങ്ങൾക്ക് ഉപമിക്കുകയാണ്. രണ്ടാൾക്കാരും കാഫിരീങ്ങളായിരുന്നു. കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിനാ. ആ രണ്ട് പെണ്ണുങ്ങളും, നൂഹിന്റെ ഭാര്യയും ലൂത്തിന്റെ ഭാര്യയും, എന്റെ അടിമകളിൽപ്പെട്ട നല്ല രണ്ട് അടിമകളുടെ സ്വാലിഹൈൻ നല്ല രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു. ഫഖാനതാഹുമാ. പക്ഷെ ആ രണ്ട് പെണ്ണുങ്ങളും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അഥവാ കുഫറിന്റെ വഞ്ചനയാണ്. അല്ലാണ്ട് ഒരിക്കലും എന്തില്ല, മറ്റു രീതിയിലുള്ള വഞ്ചനയല്ല. അതൊരിക്കലും പ്രവാചകന്മാർക്ക് ഉണ്ടാകൂല. കുഫറിന്റെ വഞ്ചന. അവർ കാഫിര്യങ്ങളായിരുന്നു, ദീനിന്റെ വിഷയത്തിലാണ് വഞ്ചിച്ചത്. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ. അവർ രണ്ടാൾക്കാരും ഈ രണ്ട് നല്ല അടിമകളുടെ ഭാര്യമാരായതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു കാര്യം അവർക്ക് കിട്ടുകയില്ല. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ. നാളെ ആഖിറത്തിൽ അവരോട് നരകത്തിൽ പ്രവേശിക്കാൻ കൽപ്പിക്കപ്പെടും. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ പേര് ഖുർആനിൽ പറയുന്നില്ല. ഇംറഅത്തു നൂഹ്, നൂഹിന്റെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നു. ചരിത്രത്തിൽ കാണാം വാഹില അല്ലെങ്കിൽ വാഹില. ഈ രണ്ട് പേരാണ് അറിയപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ വന്ന, ഈ ഭൂമി ലോകത്തേക്ക് വന്ന ആദ്യത്തെ റസൂല്. അതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാം ഉണ്ട്, പിന്നെ ശീസ് നബി അലൈഹിസ്സലാം, പിന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ മൂന്നാൾക്കാരും നബിമാരാണ്. നബിയും റസൂലും വ്യത്യാസമുണ്ട്. നബി എന്നുള്ളത് ഒരു മുസ്ലിം സമൂഹം, അവർക്ക് തർബിയത്ത് കൊടുക്കലാണ് നബിമാരുടെ ദൗത്യം. അവർക്ക് തർബിയത്ത് കൊടുത്തുകൊണ്ട് അവർക്ക് വഹി ഉണ്ടാവും, അതിനനുസരിച്ച് തർബിയത്ത് കൊടുക്കുക. റസൂൽ എന്നുള്ളത് ഒരു ശരീഅത്തുമായിട്ട്, പുതിയൊരു ശരീഅത്തുമായിട്ട് വരും, എന്നിട്ട് ആ ശരീഅത്തിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ് റസൂലിന്റെ ദൗത്യം. അപ്പം ഭൂമി ലോകത്ത് വന്ന ആദ്യത്തെ റസൂല് നൂഹ് നബി അലൈഹിസ്സലാമാണ്. മറ്റെല്ലാവരും പ്രവാചകന്മാരെ നബിമാരായിരുന്നു. ഷഫാഅത്തിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഹദീസ്, മഹ്ശറിൽ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. യജ്മഉ അവ്വലഹും വആഖിറഹും. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോരുത്തരെയും അല്ലാഹു മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അപ്പൊ എല്ലാവരും ആദ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകും. നിങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് നടത്തണം. ആദം നബി അലൈഹിസ്സലാം എനിക്കാവൂല, ഇന്ന് നഫ്സി നഫ്സി, ഇന്ന് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണം, ഇന്ന് ആ രീതിയിൽ അല്ലാഹു ദേഷ്യത്തിലാണ്, ഇന്ന് എനിക്ക് എന്റെ സ്വന്തത്തെ നോക്കണമെന്ന് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം മനുഷ്യനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വിടും. അപ്പൊ എല്ലാവരും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് പറയും, യാ നൂഹ് അൻത അവ്വലുർ റസൂൽ, താങ്കളാണ് ആദ്യത്തെ റസൂൽ. അപ്പൊ ആ ഹദീസിന്റെ ഭാഗമാണ് തെളിവ്. എന്താണ്? നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ റസൂല് എന്നത്. അടുത്തത് നൂഹ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിന്റെ 10ാമത്തെ തലമുറയിൽ റസൂലായിട്ട് വന്നു. പിന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്താണ്. നമുക്ക് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ, കാരണം ഒരു റസൂലിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ സഹീഹായ ഹദീസും ഖുർആന്റെ ആയത്തുകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ, മറ്റൊരു എവിഡൻസ് ഇല്ല. അതുമല്ല 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ ഉണ്ടെന്നില്ല, അത്രയും വർഷം പറഞ്ഞു തീർക്കാനും കഴിയില്ല. അതുകൊണ്ട് ഓരോ ഭാഗങ്ങളാണ് സംസാരിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് തുടങ്ങി. പ്രധാനമായിട്ടും ദഅവത്ത് ചെയ്തത് ഒന്ന് ഇബാദത്തില്ലാഹി വഹ്ദഹു, തൗഹീദിലേക്കാണ്. 2 അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നതിലേക്കാണ്. ഈ 2 കാര്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത്. നമുക്ക് കാണാം, മറ്റുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുമ്പോൾ അവര്
ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദിലേക്ക് ദഅവത്ത് നടത്തും. അതിൻ്റെ കൂടെ ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടാവും, ഒരു ഗുരുതരമായ ഒരു വിപത്തുണ്ടാവും, അതിനെതിരെയും അവർ ദഅവത്ത് നടത്തും. ഇപ്പൊ ശുഐബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തി, പിന്നെ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുന്നതാണ് അവരുടെ പ്രശ്നം, അതിലേക്ക് ദഅവത്ത് നടത്തി. ലൂത്ത് നബി അലൈഹിസ്സലാം തൗഹീദിലേക്ക് ദഅവത്ത് നടത്തി, പിന്നെ ലിവാത്ത് ആ നാട്ടിൽ നടന്നത്, അതിനെതിരാണ് ലൂത്ത് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത്. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത് തൗഹീദിലേക്ക് മാത്രമായിരുന്നു. അന്നെന്തില്ല, ആ സമൂഹത്തിൽ വേറൊരു വിപത്ത് ഉണ്ടായിരുന്നില്ല, വേറൊരു മോശമായ കാര്യം ഉണ്ടായിരുന്നില്ല. ഖുർആനിൽ കാണാം, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹിനെ അവന്റെ ജനതയിലേക്ക് അയച്ചു. ഫഖാല, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്തൊരു ഇലാഹില്ല. കാരണം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, ആ വലിയൊരു ദിവസത്തെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് ഞാൻ ഭയക്കുന്നു, പേടിക്കുന്നു. വേറൊരു ആയത്തിൽ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയാം, ഇദ് ഖാല ലഹും അഖൂഹും നൂഹ് അലാ തത്തഖൂൻ, നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ സഹോദരൻ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം, അലാ തത്തഖൂൻ, നിങ്ങൾ എൻ്റെ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത്, ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാണ്, റസൂലാണ്. വേറൊരു ആയത്തിൽ അത് പറയാം, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറുൻ മുബീൻ, നൂഹ് നബി അലൈഹിസ്സലാമിനെ നാം ആ ഖൗമിലേക്ക് അയച്ചു. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് താക്കീത് നൽകി പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, വേദനാജനകമായ ശിക്ഷ, ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങളിൽ ഭയക്കുന്നു. ആ രീതിയിലുള്ളതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുഴുവൻ ദഅവത്ത്. വേറൊരു പ്രധാന വിഷയം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് ശിർക്കായിരുന്നു. വേറൊരു പിഴവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെയൊക്കെ ദഅവത്ത് നടത്തിയപ്പോൾ ആ ഖൗമിന്റെ പ്രതികരണം, قال الملأ الذين كفروا من قومه إنا لنراك في سفاهة, 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ ആ സമൂഹം തിരിച്ചു പറഞ്ഞത്, ഇന്നാ ലനറാക ഫീ സഫാഹ, നൂഹ്, നാം നിന്നെ കാണുന്നത് വെറും വിഡ്ഢിയായിട്ടാണ്. സഫാഹത്ത്, വിഡ്ഢി. നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, ഖാല യാ ഖൗമി ലൈസ ബി സഫാഹ, സമൂഹമേ, എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ വിഡ്ഢിയല്ല. ഇന്നി, പക്ഷെ ഞാൻ തരുന്നു റസൂലുൻ മുബീൻ, വ്യക്തമായ ഒരു റസൂലാണ്, നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. എന്നാലോചിച്ച് 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനെതിരെ ആ സമൂഹം പറഞ്ഞ വാക്കാണ് സഫാഹത്തിന്റെ അറബി വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അറിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കും. ആ രീതിയിൽ ആക്ഷേപിച്ചു നൂഹ് നബി അലൈഹിസ്സലാമിന് ആ സമൂഹം. എന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ നേതാക്കന്മാർ പറഞ്ഞു, വഖാലു, അവരുടെ നേതാക്കന്മാർ ഒരു സമൂഹത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് ദഅവത്ത് എത്തുമ്പോൾ ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് ആർക്കാണ്? ആ നാട്ടിലെ എതിരാളികളായ നേതാക്കന്മാർക്കാണ്. ആ നേതാക്കന്മാർ, മേലാളന്മാർ ആ സമൂഹത്തോട് പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നൂഹിന്റെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഇലാഹിമാരെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ, 5 ആലിഹത്തുകളുടെ പേരാണ് ആ സമൂഹം പറഞ്ഞത്. ഈ 5 ആലിഹത്തുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. നൂഹിന്റെ ദഅവത്ത് കേട്ടിട്ട്, നൂഹിന്റെ സംസാരം കേട്ടിട്ട് ഈ 5 ആലിഹത്തുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. ആരൊക്കെയാണ്? വദ്, സുവാഅ, യഊഖ്, യഗൂസ്, നസ്ർ, 5 ആൾക്കാർ. പക്ഷെ അത് ആരായിരുന്നു വിശദീകരിക്കുക. അടുത്ത ആയത്ത് എന്താ പറയാ? فقال الملأ الذين كفروا من قومه, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുള്ള ആ മേലാളന്മാർ പറഞ്ഞു, മാ നറാക ഇല്ലാ ബശറൻ മിഥ്ലനാ, നേതാക്കന്മാരാണ്. അവർ പറയാണ്, ഞങ്ങൾ നിന്നെ കാണുന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ, നമ്മളിൽ ഏറ്റവും താഴെയുള്ള ആള് അവനാണ് നിന്നെ പിൻപറ്റുന്നത്.
അതുകൊണ്ട് അതേപോലെ മാത്രമേ നമ്മൾ നിന്നെ കാണുന്നുള്ളൂ. നീ നമ്മളിൽ ഒരു യോഗ്യത നിനക്കില്ല. നമ്മളെ ദഅവത്ത് ചെയ്യാൻ, നമ്മളോട് സംസാരിക്കാൻ ഒരു യോഗ്യത നിനക്കില്ല. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞ വാക്കാണ്. നമ്മളെ ദഅവത്ത് ചെയ്യാൻ, നമ്മളോട് സംസാരിക്കാൻ ഒരു യോഗ്യതയും നിനക്കില്ല. നിനക്കൊരു ഫദ്ലും ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് നീ ഒരു കള്ളനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നിർത്തിയില്ല. പിന്നെയും സംസാരിച്ചു. അവസാനം അവർ സ്വരം മാറ്റി, അവരുടെ രീതി മാറി. നിന്റെ ഈ ദഅവത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ, ഈ പണി നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത്, ഞങ്ങൾ നിന്നെ എറിഞ്ഞോടിക്കും. താക്കീത്, ദഅവത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞോടിക്കും. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം പിന്നെയും തുടർന്നു. നിരാശനായി 950 വർഷം ദഅവത്ത് ചെയ്തു. ആകെ കിട്ടിയത് 80 ആൾക്കാരാണ്. 80 ആൾക്കാരാണ്. അതിനാരില്ല, സ്വന്തം ഭാര്യയില്ല, ഒരു മോനുമില്ല. അവസാനം നിരാശനായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല യാ റബ്ബി, അല്ലാഹുവേ, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, ഞാൻ എൻ്റെ സമൂഹത്തെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവരെ ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, പക്ഷെ ഞാൻ ക്ഷണിക്കുമ്പോഴൊക്കെയും അവർ എന്നിൽ നിന്നും വിദൂരത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുക്കലേക്ക് അടുക്കുന്നില്ല അവർ. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നിന്നിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചപ്പോൾ അവർ അവരുടെ കൈവിരലുകൾ ചെവിയിലേക്ക് താഴ്ത്തിയിറക്കി എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ, എൻ്റെ ദഅവത്ത്, എൻ്റെ ക്ഷണം കേൾക്കാതിരിക്കാൻ. എന്നെ കാണുമ്പോൾ അവർ തലയിൽ മുണ്ടിട്ട് മുഖം മറച്ചോടുന്ന അവസ്ഥയിലായി. ആരും എന്നെ കേൾക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നെ കാണുമ്പോഴേക്ക് എൻ്റെ സമൂഹം എന്നിൽ നിന്നും ഓടി അകലുകയാണ്. അല്ലാഹുവേ, അവർ ഉറച്ചു നിൽക്കുന്നു, അവർ അഹങ്കാരികളായിരിക്കുന്നു. ഞാൻ എല്ലാവരും കേൾക്കെ ഒച്ചത്തിൽ അവരോട് ദഅവത്ത് നടത്തി. ആരും കേൾക്കാതെ ഓരോരുത്തരെ പോയി കണ്ടു. മൊത്തം സമൂഹത്തിനോട് ഞാൻ സംസാരിച്ചു. അതിന് അപ്പുറം ഓരോരുത്തരെയും വീട്ടിൽ പോയി അവരെ രഹസ്യമായിട്ട് ഞാൻ കണ്ടു. പക്ഷേ അല്ലാഹുവേ, ഞാൻ അവരോട് പലകുറി പറഞ്ഞു, നിന്നിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ. നീ ഗഫാറ, നീ എല്ലാം മാപ്പാക്കി സ്വീകരിക്കുന്നവനാണ് എന്ന് ഞാൻ പലകുറി അവരോട് പറഞ്ഞു. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾ മടങ്ങിയാൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. അല്ലാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും. ഭൂമിയിൽ ജീവിക്കാനുള്ള സകല സുഖ സൗകര്യങ്ങൾ അവൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരും. നൂഹ് നബി അലൈഹിസ്സലാം നിരാശയുടെ വാക്ക് അല്ലാഹുവോട് പറയാം. അവസാനം സഹി കെട്ടു. ഇനി ദഅവത്തിൽ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി നൂഹ് നബി അലൈഹിസ്സലാം അവർക്കെതിരെ ദുആ ചെയ്തു അല്ലാഹുവിനോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആന്റെ അവസരം നൽകിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിനോട് അത് ദുആ ചെയ്തു. പക്ഷേ ഇഖ്തബഅതു, ഞാൻ എടുത്തു വെച്ചു അത് ലിഉമ്മത്തി ശഫാഅത്തൻ ലിയൗമിൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആ അവസരം ഞാൻ നീക്കി വെച്ചു. ആ അവസരം നൂഹ് നബി അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തിയത്. ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ, ഒരു കാഫിറിനെ നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത്. ഇന്നക ഇൻ തദർഹു, നീ അവരെങ്ങാനും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ യുദില്ലു ഇബാദക, അവർ നിന്റെ അടിമകളെ പിഴപ്പിച്ചു കളയും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, അവരുടെ മക്കളും കാഫിരീങ്ങളും തെമ്മാടികളുമായിരിക്കും. ദുആ ചെയ്തു അല്ലാഹുവിനോട് സമൂഹത്തിനെതിരെ. നിരാശനായിട്ട് അങ്ങെത്തി. അവസാനം സമൂഹത്തിനെതിരെ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു. വഊഹിയ ഇലാ നൂഹ്,
നൂഹിന് നാം വഹി നൽകി, അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. നൂഹ, ഇനി നിന്റെ സമൂഹത്തിൽ ആരും വിശ്വസിക്കുകയില്ല. ഈ കുറച്ച് ആൾക്കാരുണ്ട്, അവര് മാത്രമേ വിശ്വസിച്ചുള്ളൂ, ഞാൻ ആരും വിശ്വസിക്കൂല. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്തത് ഓർത്തിട്ട് നീ നിരാശപ്പെടുകയും വേണ്ട. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല വസ്നഇൽ ഫുൽക ബിഅഅ്യുനിനാ വവഹീനാ, കപ്പൽ നിർമ്മിക്കുക. ഇപ്പം ദഅവത്ത് കഴിഞ്ഞു, ആ സമൂഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞു, അള്ളാഹുവിനോട് പരാതി ബോധിപ്പിച്ചു നൂഹ് നബി അലൈഹിസ്സലാം. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെട്ടു. വസ്നഇൽ ഫുൽക, നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന. വലാ തുഖാതിബ്നി ഫിൽ ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ആ വാക്കിൽ വല്ലാത്ത ഗൗരവമുണ്ട്. അല്ലാഹു പറയാണ്, നീ കപ്പൽ നിർമ്മിക്കും, പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിന്റെ സമൂഹത്തിനെതിരെ നീ എന്നോട് ദുആ ചെയ്തു, അതുകൊണ്ട് വലാ തുഖാതിബ്നി, ഇനി നീ എന്നെ അഭിമുഖീകരിക്കരുത് നിന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ. എന്തിന്? അള്ളാഹുവിന്റെ ശിക്ഷ കാണുമ്പോ നിന്റെ മനസ്സൊന്ന് പതറും. അപ്പൊ നീ അള്ളാഹു എന്റെ സമൂഹത്തിന് നീ ശിക്ഷ ഇളവ് കൊടുക്കുന്ന രീതിയിൽ പിന്നെ നീ എന്നോട് എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. വലാ തുഖാതിബ്നി, നീ എന്നെ അഭിമുഖീകരിക്കാൻ പാടില്ല. ഫിൽ ലദീന ളലമു, അക്രമം കാണിച്ചവരുടെ വിഷയത്തിൽ രണ്ടാമത് നീ എന്നോട് സംസാരിക്കാൻ പാടില്ല. ഇന്നഹും മുഗ്റഖൂൻ, അവർ കൊല്ലപ്പെടുന്നവരാകുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല, ആർക്കും തടുക്കാൻ കഴിയില്ല. അത് വരുന്നതിന്റെ മുമ്പ് സലാമത്താണ് നോക്കുക. നൂഹ് നബി അലൈഹിസ്സലാമോട് കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലം ദിമഷ്കിലാണ്, ഇന്നത്തെ ഡമാസ്കസ്. അവിടെ നിന്നാണ് കപ്പൽ നിർമ്മിക്കുന്നത്. ഒരു വർഷം മുഴുവൻ നൂഹ് നബി അലൈഹിസ്സലാം കൃഷി ചെയ്തു, വലിയ വലിയ മരങ്ങൾ. പിന്നെ ഒരു വർഷം മുഴുവൻ ആ മരങ്ങൾ പറിച്ച് ഉണക്കി ആ മരം കൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നത്. അല്ലാഹു പറയാം, വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉൻ മിൻ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കെ ആ സമൂഹത്തിലെ നേതാക്കന്മാര്, മേലാളന്മാര് അതിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ സമയത്ത് സഖിറൂ മിൻ, നൂഹിനെ അവർ പരിഹസിക്കും. വല്ലാത്തൊരു അവസ്ഥ ആലോചിച്ച് നോക്കണം. നൂഹ് നബി അലൈഹിസ്സലാമിനെ അവർ പരിഹസിക്കും. നിന്റെ നുബുവത്തും നബിയൊക്കെ വിട്ട് ഇപ്പൊ ആശാരിപ്പണി തുടങ്ങിയോ എന്നവർ പരിഹസിക്കും. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ചു പറയും, ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. ഇന്ന് നിങ്ങൾ നമ്മളെ പരിഹസിക്കുന്നത്, അതേപോലെ ഒരു ദിവസം ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കും. നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞ മറുപടിയാണ്, ഫസൗഫ തഅലമൂന, പിന്നീട് നമുക്ക് കാണാം, വളരെ നിന്ദ്യമാക്കുന്ന ശിക്ഷ ആർക്കാണ് വരിക എന്നുള്ളത് കാണാം. നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷ ആരുടെ മേലാണോ വരിക എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് മറുപടി പറഞ്ഞു. അങ്ങനെ കപ്പൽ നിർമ്മിച്ചു. ഹത്താ ഇദാ ജാഅ അംറുനാ, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നു, നമ്മുടെ തീരുമാനം വന്നു. അല്ലാഹു തീരുമാനിച്ച ആ ദിവസമെത്തി. വെള്ളം അടിച്ചുയരാൻ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന, ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇത്നൈനി, എല്ലാ ഇണകളെയും, മൃഗങ്ങളിൽ നിന്ന് എല്ലാ ഇണകളെയും, ഓരോ ഇണകളെ കപ്പലിൽ കയറ്റാൻ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു കൽപ്പിച്ചു. വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമൻ ആമന, നിന്റെ കുടുംബത്തിൽ നിന്നും മുഅ്മിനീങ്ങളായ ആൾക്കാരെയും അതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെയും കപ്പലിൽ കയറ്റാൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ മുഅ്മിനീങ്ങളായിട്ടുണ്ടായത് വളരെ തുച്ഛം പേരായിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം എല്ലാവരെയും കപ്പലിൽ കയറ്റി. അതിന്റെ അവിടെ കുറെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേലിയാത്ത് എന്ന് പറയും, അഥവാ അഹ്ലി കിതാബിന്റെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരും ഉണ്ടാക്കി വെച്ച കുറെ കഥകളുണ്ട്, ഇസ്രായേലിയാത്ത്. അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയേണ്ടത് ഖുർആന്റെയും സഹിഹ ഹദീസിന്റെയും ചരിത്രമാണ് ഈ പറയുന്നത്. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വഖാല ഇർകബൂ ഫീഹാ, എല്ലാവരും ആ കപ്പലിൽ കയറിക്കോളി. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ, അല്ലാഹുവിന്റെ നാമത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നതും ആ കപ്പൽ നിൽക്കുന്നതും. ഒരു ധൈര്യമായിട്ട് കയറാൻ പറഞ്ഞു. ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ
പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അങ്ങനെ എല്ലാവരും കപ്പലിൽ കയറി. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം, ഇതേ സംഭവം വേറെ രൂപത്തിലുള്ള പറയുന്നുണ്ട്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ. പ്രവാചകനോട് പറയാം, റസൂലിനോട്, പ്രവാചകർ അങ്ങേക്ക് മുമ്പ് നൂഹിന്റെ സമൂഹം കളവാക്കി. ഫകദ്ദബു അബ്ദനാ, അവർ എൻ്റെ അടിമയെ അവർ കളവാക്കി, നിഷേധിച്ച് തള്ളി. വഖാലു, അവർ പറഞ്ഞു, ആരെ സംബന്ധിച്ച്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ സംബന്ധിച്ച് പറയാം. നൂഹ് നബിയുടെ സമൂഹം എൻ്റെ അടിമയെ അവർ പറഞ്ഞു മജ്നൂനുൻ വസ്ദുജർ, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. മജ്നൂനുൻ, ഭ്രാന്തനാണ് നൂഹ് എന്ന് അവർ ആക്ഷേപിച്ചു. വസ്ദുജർ, നൂഹ് നബി അലൈഹി ഇസ്ലാം ആട്ടി ഓടിക്കപ്പെട്ടു, ഓരോ വീടുകളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു. ഫദഅ റബ്ബഹു, അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഫദഅ റബ്ബഹു, നമുക്ക് മാതൃകയുണ്ട്. ഇതിലേക്ക് അള്ളാഹു ഈ സംഭവം പറയുന്നതിനറിയോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കണം. ഓരോ സമയത്ത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിനെ ആ മേലാളന്മാര് ആട്ടി ഓടിച്ചു നാട്ടിൽ നിന്ന്. നൂഹ് നബി അലൈഹിസ്സലാം നിസ്സഹായനായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരും സഹായത്തിനില്ല. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. റബ്ബഹു ഇൻ അന്നി മഗ്ലൂബുൻ ഫന്തസിർ. ദുആ, അന്നി മഗ്ലൂബുൻ, അല്ലാഹുവേ ഞാൻ പരാജിതനാണ്. അതാണ് എൻ്റെ അർത്ഥം. അന്നി മഗ്ലൂബുൻ, അല്ലാഹുവേ ഞാൻ പരാജിതനാണ്. ഫന്തസിർ, നീ എന്നെ സഹായിക്കും. ആ ഒറ്റ വാക്കാണ് ദുആ. ഞാൻ പരാജിതനാണ്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കും. അള്ളാഹുവിൻ്റെ ആൾക്കാർ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവർ അള്ളാഹിന്റെ ആൾക്കാരാണ്. എപ്പോൾ വിളിച്ചാലും അള്ളാഹു കേൾക്കും. ആ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു പറയാണ് ഫഫതഹ്നാ, നാം തുറന്നു കൊടുത്തു. അബ്വാബസ് സമാഇ, ആകാശത്തിന്റെ വാതിലുകൾ നാം തുറന്നു. ബിമാഇൻ മുൻഹമിർ, കുത്തിയൊഴുകുന്ന വെള്ളം കൊണ്ട്. വഫജ്ജർനൽ അർള ഉയൂന, ഭൂമിയെ നാം പിളർത്തി, അതിൽ നിന്നും വെള്ളത്തെ പുറത്തു വന്നു. ഫൽതഖൽ മാഉ അലാ അംറിൻ ഖദ് ഖുദിർ, മുന്നേ നിശ്ചയിച്ച ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആ രണ്ട് വെള്ളങ്ങളും ഒരുമിച്ച് കൂടി. ആകാശത്തു നിന്നും വെള്ളം, ഭൂമിയിൽ നിന്നും വെള്ളം. അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ, അങ്ങനെ ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു. ചരിത്രത്തിൽ കാണാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ആ വെള്ളപ്പൊക്കം ഭൂമി മുഴുവനായിരുന്നു. ഒരു സ്ഥലം അതിൽ നിന്ന് ബാക്കിയുണ്ടായിട്ടില്ല. വഹമൽനാഹു, ആ വെള്ളത്തിൽ നിന്ന് നാം രക്ഷിച്ചെടുത്തു, കപ്പലിലേക്ക് കയറ്റി. അലാ ദാതി അൽവാഹിൻ വദുസുർ, ആണികൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ച ആ കപ്പലിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം നാം കയറ്റി. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ എങ്ങനെയായിരുന്നു? പലകകൾ കൊണ്ടും ആണികൾ കൊണ്ടും ഉള്ളതായിരുന്നു. തജ്രി ബിഅഅ്യുനിനാ, നമ്മുടെ മേൽനോട്ടത്തിൽ ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു. ജസാഅൻ ലിമൻ കാന കുഫിർ, നിഷേധിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട ഒരാളുടെ പ്രതിഫലമായി കൊണ്ട്. വലഖദ് തറക്നാഹാ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ, ആ ഒരു സംഭവത്തെ നാം ഒരു ദൃഷ്ടാന്തമാക്കി ബാക്കിയാക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാണ്ട് ചിന്തിക്കാൻ? ചിന്തിക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു ആ സംഭവത്തെ ചിന്തിക്കുന്നവർക്ക് ബാക്കിയാക്കി. നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ കപ്പൽ, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാം, ഇന്ന തൂല സഫീനതി, നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച കപ്പലിന്റെ നീളം 1000 ദിറാഇൻ വമിഅത ദിറാഇൻ, 1200 മുഴം നീളം, 1200 മുഴം. വഅർദുഹ, അതിന്റെ വീതി 600 ദിറാഇൻ, 600 മുഴം. നീളം 1200 നേരെ അല്ലെ, നീളം 1200 മുഴം, അതിന്റെ നേരെ പകുതി വീതി 600 മുഴം വീതി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാം 3 നിലകളിലായിട്ടാണ് ആ കപ്പൽ നിർമ്മിച്ചത്. അതിലേറ്റവും താഴത്തതിൽ ലിൽ വുഹൂശി വസ്സിബാഇ വദ്ദവാബ്, മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും അതുപോലെ തന്നെ ഇഴജന്തുക്കളെയും ആ ഏറ്റവും താഴെയുള്ളതിലേക്ക് കയറ്റി. വൽ ഔസതി ലിത്ത്ആമി വശ്ശറാബ്, നടുക്കുള്ളത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാറ്റിവെച്ചു. വറകിബഹു ഫിൽ ബത്നിൽ അഅല, ഏറ്റവും മുകളിലുള്ളതിലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും. തന്നെ കൂടെ പറയാണ് വഹമല മഅഹു ജസദ ആദം,
ആദം നബി അലൈഹിസ്സലാമിന്റെ മയ്യത്ത് നൂഹ് നബി അലൈഹിസ്സലാം എടുത്തിരുന്നു ആ കപ്പലിൽ. മൂന്നാമത്തെ നിലയിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ആദം നബി അലൈഹിസ്സലാമിന്റെ മയ്യത്ത് ഉണ്ടായിരുന്നു. ثم دفنه بعد ببيت المقدس. പിന്നെ ശേഷം വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ആ മയ്യത്ത് ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കി എന്ന് കാണാൻ കഴിയും. എന്നാ സംഭവം പറയാം. കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഏതുപോലെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചു. തിരമാലകൾക്കിടയിലൂടെ ഒരു വലിയ പർവ്വതം വരുന്നത് പോലെ, അത്രയും വലിയ അല്ല പറയാം, ഒരു വലിയ പർവ്വതം പോലെ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ സഞ്ചരിച്ചു. അപ്പൊ അത്രയും വലിയ കപ്പലായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ സ്ഥലത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടു. നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ അർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മകനെ, നമ്മുടെ കൂടെ കേറ്, നീ കാഫിരീങ്ങളുടെ കൂടെ മുങ്ങി ചാകരുത്. അപ്പം മകൻ തിരിച്ചു പറഞ്ഞു, ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ബാപ്പാ, ഞാൻ കപ്പലിൽ കയറൂല. ആ കാണുന്ന മലമുകളിൽ കയറി വെള്ളത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടും, അതെന്നെ വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല ലാ ആസിമ അൽ-യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അല്ലാഹുവിന്റെ തീരുമാനം വന്ന ദിവസം, അല്ലാഹുവിന്റെ ആ തീരുമാനത്തിൽ നിന്നും അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ ഒരു രക്ഷയില്ല. ഒരാൾക്കും സംരക്ഷണം ലഭിക്കൂല, എവിടെ പോയാലും സംരക്ഷണം ലഭിക്കൂല. ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ ഒരു വലിയ തിരമാല വന്ന് ആ രണ്ടാൾക്കിടയിലും ഒരു വലിയ മതിൽ സ്ഥാപിച്ചു. ആ മകൻ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അങ്ങനെ കപ്പലിങ്ങനെ സഞ്ചരിക്കാൻ ബാക്കി എല്ലാവരും മുങ്ങി മരണപ്പെട്ടു, ഒരാളും ബാക്കിയാക്കില്ല. അല്ലാഹു പറയാണ്, എല്ലാം മുങ്ങി ചത്തൊടുങ്ങിയതിനു ശേഷം അള്ളാന്റെ കൽപ്പന, ഭൂമിയോട് അള്ളാന്റെ കൽപ്പന, നീ നിന്റെ വെള്ളത്തെ പിൻവലിക്കും. ആകാശത്തിനുള്ള അള്ളാന്റെ കൽപ്പന, നിന്റെ വെള്ളത്തെ നീ മൂടി വെക്ക്, മതി. ആ തുറന്ന വാതില് അടക്കാനും ഭൂമിയോട് വെള്ളത്തെ പിൻവലിക്കാനും അള്ളാഹു കൽപ്പിച്ചു. കൽപ്പന വന്നതോടൊപ്പം വെള്ളം പറ്റി. ആ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കപ്പെട്ടു. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ വന്ന് നിന്നു. ജൂദി പർവ്വതം ഇന്ന് അർമീനിയയിലെ അറാറത്ത് എന്ന് പറഞ്ഞ കുറെ ഒരു മലമ്പ്രദേശമുണ്ട്. അറാറത്ത്, അതിൽപ്പെട്ട ഒരു മലയാണ് ജൂദി. ഇന്ന് ജൂദി എന്ന പേരിലല്ല, ഇന്ന് ഷൂദി എന്നൊക്കെ അറിയപ്പെടുന്നത്. ജൂദി എന്ന പേരിൽ അത് പ്രസിദ്ധമായിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല. അപ്പം അവിടെയാണ് ഇന്ന് ആ പർവ്വതം. ആ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ നിന്നു. ആ സമയം നൂഹ് നബി അലൈഹിസ്സലാം, എല്ലാം ഒടുങ്ങി, എല്ലാം അവസാനിച്ചു, എല്ലാവരും മുങ്ങി ചത്തു. ആർക്കെതിരാണ് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു. അപ്പൊ അങ്ങനെ വാക്ക് പറഞ്ഞു, വലാ തുഖാതിബിനി ഫിൽ ലദീന ളലമു. ഇതൊക്കെ കണ്ടപ്പോ മനുഷ്യന്റെ മനസ്സറിയുന്ന അല്ലാഹുവാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വനാദാ റൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി. അല്ലാഹുവേ, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനാണ്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നല്ല നീ പറഞ്ഞത്, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനാണ്. അല്ലാഹു പറഞ്ഞു, നേരത്തെ ചോദിക്കാൻ പാടില്ല. നബി അലൈഹിസ്സലാം ചോദിച്ചു. വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം സത്യമാണ്, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനാണ്, പക്ഷെ എൻ്റെ മകൻ മുങ്ങിച്ചത്തു. അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഖാല ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാം മറുപടി പറയണം, ഓൻ നിന്റെ കുടുംബമല്ല, ഓൻ ആദർശപരമായിട്ട് നിന്റെ കുടുംബമല്ല, ഓൻ കാഫിറാണ്, ഓൻ ചെയ്തതൊക്കെ കുഫറിന്റെ പണിയാണ്. ഒരിക്കലും നീ പാടില്ല, നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൽ നീ എന്നോട് ചോദിക്കാൻ പാടില്ല. അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ, അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ ഉപദേശിച്ചു. അതാണ് അന്ന് പറഞ്ഞത്. അള്ളാന്റെ ശിക്ഷ വന്നാൽ പിന്നെ എന്തില്ല, അവിടെ ഒരു കുടുംബമൊന്നും ഉണ്ടാവില്ല. ശിക്ഷ വന്നാൽ അത് ഏക്കൽ കണ്ടിരിക്കാനേ കഴിയും, വേറൊന്നും സഹായിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിനെയും കൂടെ ഉണ്ടായിരുന്ന കുറച്ചുള്ള മുഅ്മിനീങ്ങളെയും അള്ളാഹു രക്ഷിച്ചു. അള്ളാഹ് പറയാം വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ. അതൊക്കെ നമ്മൾക്ക് പറഞ്ഞതിനറിയോ, ആ ഒരു സന്ദർഭത്തിൽ എല്ലാം നിശ്ചലമായി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുമ്പോട്ടൊരു പോക്കില്ല, എന്റെ ജീവിതം അവസാനിച്ചു, താളം തെറ്റി എന്ന് വിചാരിക്കുമ്പോ വനൂഹൻ ഇദ് നാദാ റബ്ബഹു, നൂഹ് അവന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. എന്തിനാ പറയുന്നത്? നമ്മൾ വിളിക്കാൻ, ആരും കൂസാതെ അള്ളാനെ വിളിക്കണം. ജീവിതത്തിന്റെ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നൂഹൻ ഇദ് നാദാ റബ്ബഹു, നൂഹ് അല്ലാഹുവിനെ അവന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഫസ്തജബ്നാ ലഹു, ആ വിളിക്കുന്ന ഉത്തരം നൽകി. നമ്മളോട് പറയണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതേത് സന്ദർഭത്തിൽ അള്ളാഹനെ വിളിക്കണം. ഫസ്തജബ്നാ ലഹു, അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഫനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു നൂഹിനെയും കുടുംബത്തെയും അല്ലാഹു രക്ഷിച്ചു. വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ. ആ ഒരു ളാലിമീങ്ങളായ അക്രമകാരികളായ ആ സമൂഹത്തിൽ നിന്ന് നൂഹിനെയും മുഅ്മിനീങ്ങളെയും നാം രക്ഷിച്ചു. അവർ ആ മുശ്രിക്കീങ്ങൾ അവരെ നാം വെള്ളത്തിൽ മുക്കിക്കൊന്നു. അവർ അതിന് അർഹരായിരുന്നു. ഇതാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്റെ ചെറിയൊരു ചരിത്രം. ഖുർആനിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചത്, ഒരേടിയും പോയിട്ടില്ല. ഇനി എന്തുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അങ്ങനെയായി? അവർക്ക് സംഭവിച്ച പിഴവെന്താണ്, തെറ്റെന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങനെ വരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങനെ ജീവിച്ചു വരികയാണ്. 10 തലമുറ കഴിഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദിഹി, അപ്പോൾ അവരെന്ത് ചെയ്തു? ആ 10 തലമുറ ആയപ്പോ അവരിൽ ഉണ്ടായിരുന്ന വദ്, സുവാഅ, യഊഖ്, യഊസ്, നസ്ർ, ഈ 5 ഔലിയാക്കന്മാർ, മഹത്തുക്കൾ, 5 മഹത്തുക്കളാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുള്ള 5 മഹത്തുക്കളുടെ പേരുകളാണ് ആ 5 ആൾക്കാർ. നേരത്തെ പറഞ്ഞ ആലിഹത്തുകളുണ്ടല്ലോ, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്ത ബിംബങ്ങളും രൂപങ്ങളും, അവർ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുള്ള 5 ഔലിയാക്കന്മാരായിരുന്നു. ഫലമ്മാ ഹലകു, ആ 5 ആൾക്കാർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ആ ആൾക്കാർക്ക്, ആ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ശൈത്താൻ മന്ത്രിച്ചു കൊടുത്തു. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യദ്ഊന അൻസാബ. ആ 5 മഹത്തുക്കള് ജീവിച്ചിരിക്കുമ്പോൾ ഇബാദത്ത് ചെയ്ത സ്ഥലം, ആ സ്ഥലത്ത് 5 മഹത്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ രൂപങ്ങൾക്ക് അവരുടേതായ പേര് തന്നെ വിളിക്കാനും ശൈത്താൻ മന്ത്രിച്ചു കൊടുത്തു. വസമ്മൂഹാ ബിഅസ്മാഇഹിം ഫഫഅലു, അവരത് ചെയ്തു. അവരെന്ത് ചെയ്തു? ആ 5 മഹത്തുക്കൾ മരണപ്പെട്ടതിന് ശേഷം അവർ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് അവരുടേതായ പേരുകളും ആ രൂപത്തിന് നൽകി, ആ ബിംബത്തിന് അവരുടെ പേരും നൽകി. വദ്, സുവാഅ, യഊഖ്, യഊസ്, നസ്ർ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിന്റെ മുമ്പിൽ പോയി ഇരിക്കും. അവരെ കാണുമ്പോൾ മനസ്സിന് സമാധാനം. കാരണം അവർക്കിടയിൽ ജീവിച്ച വലിയ മഹത്തുക്കളായിരുന്നു, ഔലിയാക്കന്മാരായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുഅബദ ഹത്താ ഹലക ഉലൈക. അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞുപോയി. ആ സമയത്തൊന്നും ആ വിഗ്രഹങ്ങൾ, ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അതിന്റെ മുമ്പിൽ ആരാധനാ കർമ്മങ്ങൾ നടക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആ ഒരു തലമുറ, ആ ഒരു സമൂഹം കഴിഞ്ഞു. പുതിയൊരു തലമുറ വന്നു. വനുസിഖൽ ഇൽമു, ഇൽമില്ലാതായി, അറിവില്ലാതായി. ഈ 5 രൂപങ്ങളെ സംബന്ധിച്ചുള്ള ഇവർ ആരായിരുന്നു, എന്തിനാണ് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഇൽമ്, അറിവ് അവർക്കില്ലാതായി. അപ്പോഴാണ് എന്ത് അവർ ആരാധിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ശിർക്ക് കടന്നു വരുന്നത്. 5 ഔലിയാക്കന്മാരുടെ രൂപങ്ങളിലൂടെയാണ് ഭൂമി ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നത്. അതിന്റെ മുമ്പ് ആ 10 തലമുറ തൗഹീദിലായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
ബൈന ആദമ വനൂഹിൻ 10 ഖുറൂൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഇടയിൽ 10 തലമുറ ഉണ്ടായിരുന്നു. കുല്ലുഹും ഫി തൗഹീദ്, അവരെല്ലാവരും തൗഹീദിലായിരുന്നു. ആ 10ാമത്തെ തലമുറയിൽ പിന്നീട് ഈ 5 രൂപങ്ങളിലൂടെ ഔലിയാക്കന്മാരുടെ വിഗ്രഹങ്ങളിലൂടെയാണ് അവർക്ക് ശിർക്ക് കടന്നു വരുന്നത്. അവനെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. മനസ്സിലായി? ഇപ്പൊ എവിടെയാണ് ശിർക്ക് സംഭവിച്ചത്? ഔലിയാക്കന്മാരുടെ മഹത്തുക്കളുടെ വിഗ്രഹങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് ശിർക്ക് കടന്നു വരുന്നത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. അല്ലാഹു പറഞ്ഞു, ജനങ്ങള് മനുഷ്യര് ഒറ്റ സമൂഹമായിരുന്നു, എല്ലാവരും തൗഹീദിലായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഫഖ്തലഫു, അവർ ഭിന്നിച്ചു. ഒരു വിഭാഗം തൗഹീദിൽ ബാക്കിയായി, മറുവിഭാഗം ശിർക്കിലേക്ക് പോയി. അങ്ങനെയാണ് 2 വിഭാഗമാകുന്നത്. അപ്പൊ ആ ശിർക്കിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാനാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് റസൂലായിട്ട് വന്നത്. 950 വർഷം അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചതും. പക്ഷെ എന്തില്ല, അതിൽ കുറച്ച് ആൾക്കാർ, കുറച്ച് ആൾക്കാർ, 80ഓളം ആൾക്കാരെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നശിച്ചു. അങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത്. ഇതാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചെറിയ രീതിയിലുള്ള ചരിത്രം. നമ്മൾ ഖുർആനിലൂടെയും സഹിഹായ ഹദീസിലൂടെയും മാത്രമാണ് ഈ ചരിത്രം അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഇനിയും പുതിയ പുതിയ ഇൽമുകൾ കരസ്ഥമാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.